ഒന്ന്, പെരുന്നാൾ ദിവസങ്ങളിൽ കുളിച്ചുകൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടൽ സുന്നത്തായി പണ്ഡിതന്മാർ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി കുളിക്കുക, ജനാബത്തിന് കുളിക്കുന്നത് പോലെ കുളിക്കുക, ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകളും വൃത്തിയായി കഴുകുക, സുഗന്ധം പൂശുക, ഇതൊക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തത്, ഈദുൽ അദ്ഹ വന്നു കഴിഞ്ഞാൽ സഹീഹായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും കഴിക്കാതെയായിരുന്നു പുറപ്പെട്ടിരുന്നത്. എന്നിട്ട് തൻ്റെ ഉരുവിനെ അറുത്തതിന് ശേഷം അതിൻ്റെ മാംസത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടാണ് ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയതെന്നാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. അതുപോലെ തന്നെ ആ ദിവസം ആ മാംസം കൊണ്ട് തുടങ്ങലാണ് സുന്നത്ത്. എന്നാൽ അറവ് ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കുന്നതിൽ വിരോധമില്ല. ഈ അറവുള്ളവർക്ക് മാത്രമാണത് സുന്നത്ത് എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തത്, ചെറിയ പെരുന്നാൾ ദിവസമാകട്ടെ ബലിപെരുന്നാൾ ദിവസമാകട്ടെ ധാരാളമായി തക്ബീർ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിലുള്ള തക്ബീർ, ആ ഒരു ക്രമപ്രകാരമുള്ള തക്ബീർ, അത് തുടങ്ങിയിരുന്നത് സഹാബികൾ യൗമു അറഫയുടെ ഫജ്ർ നമസ്കാരത്തിന് ശേഷം, അയ്യാമു തശ്രീഖിൻ്റെ നാളിലെ അവസാനത്തെ അസർ നമസ്കാരത്തിന് ശേഷം വരെ, അഥവാ ദുൽഹജ്ജ് 14 അസർ വരെ. നാലാമത്, ഈ ദിവസങ്ങളിൽ പറയാവുന്ന ആശംസാ വാക്കുകളാണ്. ഉലമാക്കൾ പറയുന്നത്, സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് സ്വഹാബികൾ പരസ്പരം ആശംസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസങ്ങളിലും ഈദ് മുബാറക്, അനുഗ്രഹീതമായ പെരുന്നാൾ തുടങ്ങിയ വാക്കുകൾ അനുവദനീയമാണ്, ജായിസാണ്. അതേ സന്ദർഭത്തിൽ അവർ അന്നൊരു പ്രാർത്ഥന നടത്തിയിരുന്നു. അതാണ് ഏറ്റവും വലിയ ആശംസാ വാക്ക് തന്നെ. ഏറ്റവും വലിയ ആശംസാ വാക്ക് അതാണ്. ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ സാധിക്കും, സഹാബികൾ പരസ്പരം പെരുന്നാൾ ദിവസത്തിൽ കണ്ടുമുട്ടിയാൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് ആശംസ പറഞ്ഞിരുന്നു, അഥവാ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതൊരു പ്രാർത്ഥനയാണ്. അഞ്ചാമത്തത്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ പെരുന്നാൾ ദിവസത്തിൽ സുന്നത്താണ്. അവിടെ കേവലം പുതിയ വസ്ത്രം ധരിക്കുക എന്നതിനേക്കാൾ ഉലമാക്കൾ ഉപയോഗിച്ച വേർഡ് തന്നെ അത്തജമ്മുൽ എന്നാണ്. ഭംഗിയുള്ളതാവുക എന്നുള്ളതാണ്. പുതിയതാവുക എന്ന് മാത്രമല്ല, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന വഴിയിലൂടെ ആയിരുന്നില്ല തിരിച്ചു പോയിരുന്നത്. ഒരു വഴിയിലൂടെ മുസല്ലയിലേക്ക് വരും, മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് പോകും. അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന യഹൂദരെയും മറ്റു മതക്കാരെയും ഇസ്ലാമിൻ്റെ ഷിആറുകളും തക്ബീറുകളും ഒക്കെ ഒന്ന് കാണിക്കാൻ, മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത്, ഇസ്ലാമിൻ്റെ പ്രതാപം. ആ നിലയ്ക്ക് ഇസ്ലാമിൻ്റെ പ്രതാപം കാണിക്കാൻ വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കപ്പെട്ടതാണ്.